37ാമത് ലോക യുവജന സംഗമ മൈതാനിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായ കുമ്പസാരവേദി എന്ന് വിശേഷിപ്പിക്കാവുന്ന കാരുണ്യോദ്യാനത്തിൽ പാപ്പ നേരിട്ടെത്തി അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്തത് യുവജനങ്ങളിൽ കൂദാശാനുഷ്ഠാനങ്ങളോടുള്ള തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്ന അനുഭവമായി മാറുകയായിരുന്നു. 150 കുമ്പസാര കൂടുകളാണ് അനുരഞ്ജന കൂദാശയിലൂടെ വീണ്ടെടുപ്പിന്റെ അനുഭവം പകരാൻ ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. പോർച്ചുഗലിലെ തന്റെ അപ്പസ്തോലിക യാത്രയുടെ 3ാം ദിവസം രാവിലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലിസ്ബണിൽ 3 യുവ തീർത്ഥാടകർക്ക് അനുരഞ്ജനത്തിന്റെ കൂദാശ പരികർമ്മം ചെയ്ത് നൽകിയത്. സ്പെയിനിൽ നിന്നും ഫ്രാൻസിസ്കോ എന്ന 21-കാരൻ, ഗ്വാട്ടിമലയിൽ നിന്ന് 33 വയസ്സുള്ള യെസ്വി, ബെലനോയിൽ നിന്നുള്ള 19-കാരനായ സാമുവേൽ എന്നിവരായിരുന്നു ഫ്രാൻസിസ് പാപ്പയിൽ നിന്ന് കുമ്പസാര കൂദാശ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. പോർച്ചുഗലിന്റെ ചരിത്ര സ്മാരകമായി 1940-ൽ നിർമ്മിച്ച ഐബീരിയൻ പെനിൻസുലയിലെ ഏറ്റവും വലിയ സ്ക്വയറായ പ്രാസോ ഡ ഇംപീരിയയോട് ചേർന്നുള്ള പൊതു ഉദ്യാനമായ ജാർഡിൻ വാസ്കോഡഗാമയിലാണ് കാരുണ്യോദ്യാനം ഒരുക്കപ്പെട്ടത്. പാപ്പ കുമ്പസാരക്കൂടിന് സമീപമെത്തിയപ്പോൾ മാർപ്പാപ്പയെ ഊഷ്മളമായി സ്വീകരിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ആഘോഷപൂർവമായ ഗാനങ്ങൾ ഉയർന്നു. അനുരഞ്ജന കൂദാശ അതിന്റേതായ സ്വകാര്യതയിലാണ് നടത്തപ്പെട്ടത്. കുമ്പസാര സമയത്ത് പാർക്കിൽ സന്നിഹിതരായിരുന്ന തീർത്ഥാടകർ കർശനമായ നിശബ്ദത പാലിച്ചു. കുമ്പസാരശേഷം പുറത്തിറങ്ങിയ ഫ്രാൻസിസ് പാപ്പയെ ആഹ്ലാദാരവത്തോടെയാണ് യുവജനങ്ങൾ യാത്രയാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.